ദൈവസഭയെന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം ഏതോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലപാടിൽ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന ഒന്നല്ല. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? കുറേ പേര് ഒരുമിച്ച് കൂടി വട്ടത്തിലിരുന്ന് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയേ അല്ലേ, ഒരു 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 സംഭവം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസം ഉണ്ടാക്കിയതുപോലെ, അങ്ങനെ പല ഇസങ്ങളും ഉണ്ടായതുപോലെ കുറേ പേരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്കുരിച്ചു വന്ന ആശയങ്ങളുടെ ക്രോഡീകരണമല്ല തിരുവെഴുത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. എന്താണ് സഭയെന്ന് പറയുന്നത്? സഭയെന്ന് പറയുന്നത് എക്ലീഷ്യ എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. എക്കെന്നും കാലിയോ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് എക്ലീഷ്യ ഡിറൈവ് ചെയ്ത് വന്നത്. എക്കെന്ന് പറഞ്ഞാൽ കോൾഡ് ഔട്ട്, കാലിയോ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പൊ വെറുതെ ഇതിനകത്ത് വന്നു കയറിയതല്ലെന്ന്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ഇതിനകത്ത് ആരോ പ്രസംഗിച്ചപ്പോൾ എന്തോ കിട്ടും എന്ന് പറഞ്ഞ് വെറുതെ വന്ന് കയറിയതല്ല. ഇതിനകത്ത് അനാദികാലം മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ എന്ന് പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പ്, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ഇരമ്യാവിനോട് പറഞ്ഞതുപോലെ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ്. ഹലോ, എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മളെക്കാൾ മിടുക്കന്മാര്, നമ്മളെക്കാൾ കഴിവുള്ളവര് പുറത്ത് കിടക്കുമ്പോൾ അകത്ത് വന്നവർ ദൈവത്തെ സ്തുതിച്ചോണം. കാരണം ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി ഇതിനകത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സഭ സംതിങ് പെക്യൂലിയർ ആണ്. ദൈവത്തിന്റെ സഭ വ്യത്യസ്തമാണ്. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ജാതികളുടെ കൂട്ടത്തിൽ. എന്താണ് സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ? ആമേൻ. ദൈവസഭയ്ക്കൊരു സെപ്പറേഷൻ ഉണ്ട്, ദൈവസഭയ്ക്കൊരു വേർപാടുണ്ട്, ദൈവസഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ദൈവസഭ അവിയന് പരുവത്തിനുള്ളതല്ലെന്ന്. സ്തോത്രം. ദൈവസഭ എല്ലാവരെയും ഒരുപോലെ കൂട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയല്ല. ദൈവത്തിന്റെ സഭ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി, തിരുവെഴുത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുന്നതാണ്